തൊട്ടടുത്തൊരു സൂപ്പർ മാർക്കറ്റ് വന്നിട്ട് ഇതുവരെയായിട്ട് ഇവിടെ ഒന്ന് കയറാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇന്ന് വിചാരിച്ച് ഇവിടെ കയറി കുറച്ച് ഐറ്റംസ് വാങ്ങാമെന്ന്. അപ്പോൾ എനിക്ക് വേണ്ടത് കുറച്ച് ഫ്രൂട്ട്സും വേറെ കുറച്ച് ഐറ്റംസും ആയിരുന്നു. അപ്പോൾ ഫ്രൂട്ട് സെക്ഷൻ ചെന്നപ്പം വേണ്ട ഫ്രൂട്ട്സ് എല്ലാം അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ അതിന് വേണ്ട സാധനങ്ങളെല്ലാം എൻ്റെ ബാസ്ക്കറ്റിൽ വാങ്ങിച്ചു. അപ്പോൾ രണ്ടുപേരും കൂടി തന്നെ ഗഗനമായി ഇത് ചിന്തിക്കുന്നുണ്ട് എന്ത് വേണമെന്നുള്ളതായിരിക്കും. അവസാനം അവർ വാട്ടർ മെലണിൽ ചെന്ന് പിടിച്ചിട്ടുണ്ട്. പക്ഷേ അത് അത്യാവശ്യം ഹെവി ആയതുകൊണ്ട് രണ്ടെണ്ണത്തിനും അത് എടുക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ആ ദൗത്യം ഉപേക്ഷിച്ചിട്ട് വീണ്ടും കവർ എടുത്തുകൊണ്ട് വന്ന് വേറെ ഏതൊക്കെയോ ഫ്രൂട്ട്സ് എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവസാനം ഫ്രൂട്ട്സിൽ നിന്ന് കൈമാറി തേങ്ങയിലായോ എന്നൊരു സംശയം. എനിക്ക് പണ്ടേ ഉള്ളൊരു സ്വഭാവമാണ്, ഏത് കടയിൽ ചെന്നാലും ഏത് സൂപ്പർ മാർക്കറ്റിൽ ചെന്നാലും വേണ്ടാത്ത കുറേ ഐറ്റംസ് വാങ്ങി ബാസ്ക്കറ്റിലിടും. പക്ഷെ വീട്ടിൽ ചെന്ന് നോക്കുമ്പോഴോ വേണ്ട സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടും കാണത്തില്ല, വേണ്ടാത്ത കുറേ ഐറ്റംസ് ബാസ്ക്കറ്റിൽ കാണുകയും ചെയ്യും. അപ്പം കുട്ടികൾ ഒരുപാട് സാധനങ്ങൾക്ക് വാശി പിടിക്കുന്നുണ്ട്. പക്ഷെ വേണ്ട സാധനങ്ങൾ മാത്രമേ ഞാൻ വാങ്ങിച്ചു കൊടുക്കാറുള്ളൂ. അപ്പോൾ ദാഹിക്കുന്നതെന്ന് പറഞ്ഞപ്പം തൊട്ടടുത്ത ബേക്കറി വന്നിട്ട് നമ്മൾ ഒരു ലെമൺ ജ്യൂസും പപ്സും വാങ്ങിച്ച്. ഈ ലെമൺ ജ്യൂസും പപ്സും പണ്ടേ ഒരു വികാരം തന്നെയാണ്. കാരണം പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ക്ലാസ് ഇല്ലാത്ത സമയത്തും ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി ബസ് കയറി കരുനാഗപ്പള്ളി ചെന്ന് ഇറങ്ങിയിട്ട് അടുത്ത ബേക്കറി കയറി ഇരുന്ന് ഈ ലെമണും പപ്സും കഴിക്കുമായിരുന്നു. അന്നത്തെ ആ ലെമണിൻ്റെയും പപ്സിൻ്റെയും ടേസ്റ്റ് ഇപ്പോൾ കിട്ടുന്നില്ല. പക്ഷേ അന്ന് അതൊരു വികാരം തന്നെയായിരുന്നു. വികാരമല്ല, ഒരു ഇമോഷൻ തന്നെയായിരുന്നു. ഇപ്പോഴും കുട്ടികൾ അതൊക്കെ കഴിക്കുന്നത് കാണുമ്പോൾ അത് ഓർമ്മ